കൗൺസിലേഴ്സ് പറഞ്ഞാൽ മതി എന്നാണ് വൈസ് ചെയർമാൻ പറഞ്ഞത്. പക്ഷെ കൗൺസിലേഴ്സ് പറയുന്നതിന് വിലയില്ലാന്ന് ഇന്നലെ മനസ്സിലായി. കാരണം ജസ്റ്റിനെ പോലുള്ള മാധ്യമങ്ങള് അത് വാർത്ത കൊടുത്തതിന് ശേഷമാണ് ഇത്ര വൈകാരികമായിട്ട് വൈസ് ചെയർമാൻ അതിൽ പറഞ്ഞത്. ജെഫൈസിന്റെ ഒരു ഇത് ഞാൻ കാണാനായി. അപ്പൊ ഇത് അനധികൃതമല്ലേ, അനധികൃതമാണെങ്കിൽ പൊളിപ്പിക്കലോണ്ടെന്താ കുഴപ്പം, ആരെങ്കിലും അതിന് ഒത്താശ ചെയ്തിരുന്നോ നമുക്ക് ചോദിച്ചു. അപ്പൊ നമ്മള് 100% ക്ലീൻ ആയിട്ട് പോകണമെന്നുള്ള അഭിപ്രായം തന്നെയാണ്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പൊളിക്കാനുള്ള നടപടികള് ചെയർപേഴ്സൺ തീരുമാനിക്കാം. നമ്മളൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചിട്ടില്ലെങ്കിൽ അത് പൊളിപ്പിക്കണം, അതിന് നടക്കില്ല. അപ്പൊ അതിന് വേണ്ട നടപടികളായിട്ട് മുന്നോട്ട് പോകണം. അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പൊ പാർക്കിംഗ് ഏരിയ ഉണ്ട് കടകൾക്ക്. പാർക്കിംഗ് ഏരിയ കാണിച്ചു, 2-3 കാണിച്ചു, അത് പാർക്കിംഗ് ഏരിയയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അതിന് ഷട്ടറിട്ട് ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നിർമ്മലയുടെ ബിൽഡിംഗ് ഉണ്ട്, അതിനെവിടെ പാർക്കിംഗ്. അതുപോലെയാണ് നമ്മുടെ കോൺഗ്രസ് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനെവിടെ പാർക്കിംഗ്. നമ്മുടെ നഗരസഭയുടെ മൂക്കിന് താഴെ ചാലക്കുടി പള്ളിയുടെ പള്ളി സ്റ്റോപ്പിനോട്ട് ഇറിഗേഷൻ കനാലില് ഒരു അനധികൃത നിർമ്മാണം നടക്കാം. ആ അനധികൃത നിർമ്മാണം നടന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു സ്റ്റോപ്പ് ഈ കഴിഞ്ഞ 2-ാം തീയതി അവിടെ കൊടുത്തു ഞാൻ. എന്നിട്ടും അത് വീണ്ടും പണിതുകൊണ്ടിരിക്കുക. ഒരാള് പോലും ശ്രദ്ധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട എം ഇ സ്റ്റോപ്പ് കൊടുത്ത ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ വീണ്ടും പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാലക്കുടി പട്ടണത്തിൽ പോകുന്ന ആളുകൾ മുഴുവൻ കാണുന്നുണ്ട്. ഇറിഗേഷൻ കനാൽ പുറമ്പോക്കിലാണ് പണിയുന്നുണ്ടെങ്കിലും അതിന് അതോറിറ്റി എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഇടപെടുന്ന കേസാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ പരിപാടി നടന്നിട്ട് എന്തുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ ഇടപെടുന്നില്ല എന്നുള്ളത് വലിയ ചർച്ചയുണ്ട്. അത് പ്രതിപക്ഷത്തെ അടക്കം മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയണത് ഉണ്ടാവില്ലേ. പക്ഷെ ഞാൻ ഈ അടുത്ത അവസരത്തിൽ എനിക്ക് കാര്യം അറിയുന്നത്, ഞാൻ അവരുടെ സ്റ്റോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും അത് പണി നടക്കുമ്പോ എന്തുകൊണ്ട് നമുക്ക് അതിനെ തേടാൻ കഴിയുന്നില്ല. ഇതിപ്പോ ഈ ചാലക്കുടി നടക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ കല്യാണിന്റെ ബിൽഡിംഗ് പോലാണ് അറിയുന്നതല്ലേ അവിടെ കാണുന്നില്ലേ, മൂലൻസ് കാണുന്നില്ലേ. ഇത് ഏത് സ്ഥാപനം ഇല്ലാത്ത ഇവിടെ കോട്ടയിലെ പാർട്ടി ഓഫീസ് ആണ് തീർന്നല്ലേ, CPM പാർട്ടി ഓഫീസ് ആണ് തീർന്നല്ലേ. അല്ല അല്ലാന്നൊന്നും പറയുന്നില്ല. ചാലക്കുടി ഞാൻ കൺക്ലൂഡ് ചെയ്യണേ, ആയ കാര്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് പ്രതിപക്ഷത്തിന് ഭരണപക്ഷം ആലോചിച്ച് എന്ത് ചെയ്യണം, ആലോചിച്ച് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞോളൂ. എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ജെഫൈസ് മീഡിയയും ജെഫൈസ് മീഡിയ കൊണ്ടുവന്ന വാർത്തയും ചർച്ചാ വിഷയമായി. സംഭവം എടശ്ശേരി സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള ചാലക്കുടി പള്ളി സ്റ്റോപ്പിനോട് സമീപം ഒരു സ്വകാര്യ വ്യക്തി ഇറിഗേഷൻ പുറമ്പോക്ക് കനാൽ കയ്യേറുന്ന വാർത്ത ജെഫൈസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്നു. ഈ വാർത്ത വലിയ ചർച്ചയായി, ഒരുപാട് പേർ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് കൗൺസിലിൽ ഉണ്ടായി. 1-ാം വാർഡ് കൗൺസിലറായിട്ടുള്ള ജോജു വിജയാണ് ഈ വിഷയം ആദ്യമായിട്ട് ഇടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജെഫൈസ് മീഡിയയുടെ വാർത്ത, ജെഫൈസ് പുറത്തു കൊണ്ടുവന്ന വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് VJ ജോജു ഈ വിഷയം അവതരിപ്പിച്ചത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് ജിൽ ആൻ്റണി ഇത് നഗരസഭയുടെ മൂക്കിന് താഴെ കിടക്കുന്ന ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം, ഇത്രത്തോളം ഈ വിഷയം വന്നിട്ടും അതിൽ യാതൊരുവിധ ഇടപെടലും എന്തുകൊണ്ട് നടക്കുന്നില്ല? സ്റ്റോപ്പ് മെമ്മ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സ്റ്റോപ്പ് മെമ്മ കൊടുത്തിട്ടുണ്ടെങ്കിലും രാത്രിയിൽ തകൃതിയായിട്ട് പണി നടക്കുന്നു. മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷത്തിനെ വരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. എന്നിട്ട് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ജിൽ ആൻ്റണി ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ OS ചന്ദ്രൻ അദ്ദേഹം ഈ വിഷയം വീണ്ടും ജെഫൈസ് മീഡിയയുടെ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജെഫൈസിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കാണാനായിട്ട് ഇടവന്നു. തീർച്ചയായിട്ടും
പുറമ്പോക്ക് സ്ഥലങ്ങൾ കയ്യേറിയിട്ടുള്ളവരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കണം എന്ന് വളരെ ആർജവത്തോടു കൂടി OS ചന്ദ്രനും പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു അത് മാത്രമല്ല, ഈ നടപ്പാതകൾ കയ്യേറിയിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ചില വ്യാപാര സ്ഥാപനങ്ങൾ, അത് ആർക്കാണ് അദ്ദേഹം ഒളിയമ്പ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കില്ല. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, വ്യാപാര സ്ഥാപനങ്ങൾ, ചാലക്കുടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പലപ്പോഴും നടപ്പാതകൾ കയ്യേറിയിട്ടുണ്ട്. അങ്ങനെ നടപ്പാതകൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിലും ഇടപെടൽ വേണം എന്ന് OS ചന്ദ്രൻ കൃത്യമായിട്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കുകയാണ്. എന്നാൽ അതിനെ തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ വത്സൻ ചമ്പക്കര ഭരണപക്ഷത്തു നിന്നുള്ള ആൾ എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പുറമ്പോക്ക് കയ്യേറിയിട്ടുള്ള ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളാണ് പിന്നീട് അദ്ദേഹം ഉന്നയിക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങൾ കയ്യേറിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പോട്ടയിലെ CPMന്റെ ഓഫീസ് അത് പുറമ്പോക്കിലല്ലേ, അത് കയ്യേറിയിട്ടുള്ളതല്ലേ. ഇവിടെ നിന്നാണ് കൗൺസിലിൽ വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് ഉന്നയിക്കുന്നത്. തുടർന്ന് ജോജു വിജയ് ഈ വിഷയത്തിൽ വളരെ വൈകാരികമായി ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, എവിടെയാണ് ഈ CPMന്റെ പാർട്ടി ഓഫീസ്, പോട്ടയിൽ നിൽക്കുന്ന പാർട്ടി ഓഫീസ് കയ്യേറിയിട്ടുള്ളത് എന്ന് ചോദിച്ച് അദ്ദേഹം കൗൺസിലിൻ്റെ മുൻഭാഗത്തേക്ക് വരികയും വത്സൻ ചമ്പക്കരയുമായി രൂക്ഷമായ വാഗ്വാദത്തിലേക്കും വാശിയേറിയ വാക് പോരാട്ടത്തിലേക്കും പിന്നീട് ഈ കൗൺസിൽ തലം മാറി. വലിയ രൂക്ഷമായിട്ടുള്ള സംഭവം. പക്ഷേ വത്സൻ ചമ്പക്കര ഇതെല്ലാം നിന്ന് കേട്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ ഈ വിഷയം എത്തിക്കണം. കാരണം ചാലക്കുടി നഗരസഭയിൽ പല ഉന്നതരായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളും സ്ഥലം കയ്യേറിയിട്ടുണ്ട്, പുറമ്പോക്ക് കയ്യേറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു സത്വരമായ ഇടപെടൽ, അന്വേഷണവും, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇതിൽ വിഷയത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് തന്നെ പറഞ്ഞു. എന്തായിരുന്നാലും ജോജു വിജയ് വളരെ വൈകാരികമായി ഈ പോട്ടയിലെ പാർട്ടി ഓഫീസിനെ പറ്റി, CPMന്റെ പാർട്ടി ഓഫീസിനെ പറ്റിയുള്ള വാദപ്രതിവാദം വന്നു കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു വൈകാരികമായ ഒരു ഇടപെടൽ അദ്ദേഹം നടത്തി. കൗൺസിലർ അൽഫോൻസ ചാക്കോ അവർ പറഞ്ഞത്, ഈ വിഷയം ഞാൻ അറിഞ്ഞ ഉടൻ തന്നെ കൃത്യമായിട്ട് തന്നെ ഇത് സംസാരിക്കേണ്ട ഇടങ്ങളിൽ പരാതിയായിട്ട് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്, അപ്പോൾ തന്നെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ്. KV പോൾ വൈസ് ചെയർമാൻ ഇത് ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിക്കുകയും ഈ വിഷയത്തിൽ ഉടൻ തന്നെ അടിയന്തരമായി ഇടപെടലുണ്ടാകും, അതുതന്നെയാണ് ചെയർപേഴ്സണായിട്ടുള്ള ആലിസ് ഷിബുവും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വിഷയം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ദിവസങ്ങളായി, ഇത് പൊളിക്കാൻ പറഞ്ഞിട്ട് സംഭവങ്ങളായി, പക്ഷേ ഒരു ഇടപെടലും നടന്നില്ല. ഈ പറയുന്ന സ്വകാര്യ സ്ഥാപനം, ഈ എടശ്ശേരി സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി സ്റ്റോപ്പിനോട് ചേർന്നുള്ള പുറമ്പോക്ക് കയറിക്കൊണ്ട് രാത്രി സമയങ്ങളിൽ നിതാന്തമായിട്ടുള്ള പണികൾ നടക്കുന്നു എന്ന് JFS മീഡിയയുടെ തന്നെ ഒരു ഫോളോവർ അറിയിച്ചതിനെ തുടർന്ന് നമ്മളവിടെ രാത്രി ചെന്ന് നിൽക്കുമ്പോൾ കണ്ട കാഴ്ച അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നാണ് JFS ഈ വാർത്ത ചെയ്തത്. ഈ വാർത്ത ചെയ്തതിനെ തുടർന്ന് ഇത് കൗൺസിൽ ഹാളിൽ ചർച്ചയായി. ഈ വിഷയത്തിൽ സത്വരമായ ഒരു ഇടപെടൽ വന്നിരിക്കുന്നു എന്ന ഒരു സംഭവമാണ് ഇന്ന് കൗൺസിൽ ഹാളിൽ നടന്നത്. നമ്മുടെ നഗരസഭാ പ്രദേശത്ത് ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് നടപടി സ്വീകരിക്കുകയും വേണം. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിച്ചതിൽ അദ്ദേഹത്തിന് താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. അനാരമേലത്തെ നിർമ്മാണം ഞാൻ ഒരു കാലത്തും ഒരു കാരണത്താലും അനുവദിക്കില്ല. അത് പൊളിച്ചു കളഞ്ഞാണ് റോഡ് വൃത്തിയാക്കേണ്ടതാണ്. തൊട്ടപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, ആ വർക്ക്ഷോപ്പ് ഒരു വീടും എടുത്ത് കളഞ്ഞ് ആ റോഡ് പഴയ ഓൾഡ് NHും ആനിഡോക്ടറുടെ ഫ്രണ്ടിലുള്ള റോഡായിട്ട് ബന്ധപ്പെടുത്തി നഗരസഭയുടെ വികസനം സാധ്യമാക്കേണ്ടതാണ്. പണി നടത്താൻ പറ്റില്ല, പണി പൊളിക്കും. അതോടൊപ്പം ഞാൻ പറയുന്നത്, നീ ഇപ്പൊ വാങ്ങിച്ചു എന്ന് പറയുന്ന സാധനം ആ കെട്ടിടത്തിലെ പാർക്കിംഗ് സ്ഥലം അടച്ചു കെട്ടി മുറിയാക്കി വേറെ മുൻപ് ഒരു പാർട്ടിക്ക് ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥ വിറ്റിട്ടുണ്ടായിരുന്നു. അയാള് ഇപ്പൊ ഇവര് തലയിൽ വെച്ച് കൊടുത്തു. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ട് പോയിട്ട് കാര്യമില്ല. ഇതൊന്നും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പാർക്കിംഗ് സ്ഥലം അടച്ചു കെട്ടി അത് ഒരു പാർട്ടി കച്ചവട ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി. ഇപ്പൊ പുതിയ ഒരാൾക്ക് കൈമാറ്റം നടത്തി, പുതിയ ആള് കൈമാറ്റം നടത്തി ഏറ്റെടുത്ത് വന്നപ്പോ അദ്ദേഹം കനാലും കയ്യാറാൻ പറഞ്ഞതാ. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഒരു കാരണത്താലും ഇത് കൂട്ടി നിൽക്കാൻ പാടില്ല. എഞ്ചിനീയറിംഗ് വിഭാഗം അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. തുടർ നടപടി നാം എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ചിട്ട്, അത് പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കണം, നടപ്പാക്കണം. നമ്മുടെ നാടിന്റെ ഏത് പ്രദേശത്ത് എവിടെ അനധികൃത നിർമ്മാണത്തെങ്കിലും നിങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ തന്നെ ഞാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പോയി നോക്കി ആ തോന്നുന്ന ഹോൾസെയിൽ അവിടെ പോയി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ അവര് പണി നടത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പോളേട്ടൻ പറഞ്ഞല്ലോ ഡോക്ടർമാരെ അറിയിക്കണം. അപ്പൊ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ അനധികൃത നിർമ്മാണം നേരത്തെ അലങ്കാർക്ക് അറിയിച്ചായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ പോളേട്ടൻ അവിടെ പോവുകയും ആ ഉടമസ്ഥൻ ശാസിക്കുകയും അത് വേണ്ട നടപടി ചെയ്യും. ഇവിടെ നിന്ന് 2-ാം തീയതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഇന്നലെ നമ്മളവര് പൊളിച്ചു നീക്കാനായിട്ട് കത്ത് കൊടുത്ത് ഇറിഗേഷനിലേക്ക് കത്ത് പോകും. വൈദ്യർമാൻ പോളേട്ടൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു.